ഹായ്, വെൽക്കം ടു ജാസ് ക്രിയേഷൻസ്. ഇന്ന് ഞങ്ങൾ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വരുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വൈനുണ്ടാക്കി ശോഭനെ കുടിപ്പിച്ച് കിടത്താൻ പോവാം. ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന ഒരു സാധനം അതിവിടെ യു കെയിലൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അതങ്ങനെ അധികം ഇല്ലയെന്ന് എനിക്ക് തോന്നണേ. അപ്പം അതുകൊണ്ട് വൈനുണ്ടാക്കാം. വൈനുണ്ടാക്കിയിട്ട് നമുക്ക് ശോഭനെ നേരപ്പാക്കി കിടത്താം. അപ്പം നമുക്ക് ഇന്നത് പറിക്കാനായിട്ട് പോവാം. ഓക്കെ, എന്നാ താഴ്വാരത്ത് നിന്ന് ബ്ലാക്ക്ബെറി പറിക്കുന്ന ഇടയെ പെൺകുട്ടീനെ കണ്ടോ നിങ്ങള്? അതിലെ വള്ളത്തെ പോയ ഒരു ചേട്ടൻ ഞങ്ങളോട് പറയായിരുന്നു, പുള്ളി കഴിഞ്ഞ ദിവസം കുറേ പറിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ബ്ലാക്ക്ബെറി, അത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഷുഗർ, അതുപോലെ തന്നെ നല്ല ക്ലീനാക്കി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നർ. പിന്നെ നമുക്ക് വേണ്ടത് കറുവാപ്പട്ട, ഗ്രാമ്പു, മറ്റേ ജാതിപത്രി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. പിന്നെ പലരും പല രീതിയിലാണ് വൈനിടാറ്. ചിലർ വേറെ കുറേ സാധനങ്ങളൊക്കെ കൂടെ ഇടാറുണ്ട് ഇതിൻ്റെ അകത്ത്. ചിലർ മുട്ടവെള്ളയൊക്കെ ചേർക്കും. ഞങ്ങൾ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞങ്ങൾ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ബ്ലാക്ക്ബെറി ഇതിനകത്തേക്ക് ജാറിനകത്തേക്ക് കോരിയിടാം. പിന്നെ നമുക്ക് അതിനകത്തോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ എന്തോരം ബ്ലാക്ക്ബെറി ആണ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വേണം ഷുഗർ എടുക്കാനായിട്ട്. കാരണം ഈ ബ്ലാക്ക്ബെറിക്ക് നല്ല അത്യാവശ്യം പുളിയുണ്ട്. അപ്പം മധുരം നന്നായിട്ട് ചേർക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ഗ്രാമ്പും കറുവായും കൂടെ ആഡ് ചെയ്യുവാണ്. ചിലരെല്ലാം കൂടെ മേളിലിടും, ഇടയ്ക്കൂടെയൊക്കെ ഇടും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇനി ലെയറായിട്ട് ബ്ലാക്ക്ബെറി ഇടുക, ഷുഗർ ഇടുക, ഇതിടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് അടച്ചു വെക്കുക. അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ഇത് ജിഷ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണേ. നമുക്ക് എങ്ങനെയുണ്ടെന്ന് കുടിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാവേ. കുറേ ബോട്ടിലുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ബാക്കി മിച്ചം വന്നു. അപ്പം കുറച്ച് ഞാനിവിടെ വെച്ചിരുന്നു. ഇനിയിപ്പോൾ ശോഭനെ നമുക്കൊന്ന് കുടിപ്പിച്ച് കിടത്താം. അടിപൊളി. ഒത്തിരി പേര് നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞായിരുന്നു ഒത്തിരി നല്ലതാണെന്ന്. അതുകൊണ്ടാണ് ഈ വർഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇനി ആ കുപ്പി തീർത്തിട്ടേ പോകുള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാവേ. ഇതിന് ഒരു ജഗ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം നമ്മൾ വൈനെല്ലാം ഇട്ട് കഴിഞ്ഞു. അതിനി ഒരു 10-28 ദിവസമൊക്കെ കഴിയുമ്പോൾ, 20 ദിവസം മതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം. പക്ഷെ അതിനിടയ്ക്ക് ഒരു 4 ദിവസം കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പം മധുരം പോരാന്നുണ്ടെങ്കിൽ അന്നേരം ഇട്ട് കൊടുത്താലും മതി. ഞാൻ അങ്ങനെ കഴിഞ്ഞ വർഷം ചെയ്തതാണ്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.